മൾട്ടി ഡിസിപ്ലിനറി ടീം കെയർ, അത് മാത്രമാണ് നമ്മുടെ വിജയം. ഈ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ വന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞു പോകുന്നതല്ല, ഒരുമിച്ചിരുന്ന് കൂട്ടായിട്ടൊരു തീരുമാനമെടുത്ത് അത് ആ ഗർഭിണിക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും ഔട്ട്കം വളരെ വളരെ വ്യത്യാസമുണ്ട്. അത് അദ്ദേഹം ഇപ്പൊ രാവിലെ പറയുന്നുണ്ടായി, വികസിത രാജ്യത്ത് പോലും അവരൊരു ടീം കെയർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് നമ്മുടെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കിംസില് നമ്മുടെ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി, അതുപോലെ സാറ് പറഞ്ഞു ഫീറ്റൽ മെഡിസിൻ, ഗർഭസ്ഥ ശിശുവിന്റെ പ്രശ്നങ്ങളാണ് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞത്. ഉള്ളിലെ ഗർഭസ്ഥ ശിശുവിന് സർജിക്കൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ നേരത്തെ താങ്കൾ ചോദിച്ചു പബ്ലിക് പ്രൈവറ്റിന് വ്യത്യാസമുണ്ടോ എന്ന്. തീർച്ചയായും SIT ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻറ്റിനെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച യൂട്രസിനകത്തൊരു പ്രൊസീജിയർ ചെയ്തത്. അത് സാറിൻ്റെ ഒരു വിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കിംസിലെ കോസ്റ്റ് അല്ലാതെ തികച്ചും എത്ര അഫോർഡബിൾ ആണോ ആ ലെവലിൽ തന്നെ ആ പ്രൊസീജിയർ ചെയ്ത 2 ശിശുക്കളെ സേവ് ചെയ്ത് തിരിച്ച് SITയിലേക്ക് അയക്കാൻ സാധിച്ചു. സോ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഇതൊരു റിച്ച് ആൻഡ് പുവർ ബോൾ ഗെയിം അല്ല. ദിസ് ഇസ് ബിറ്റ്വീൻ മെറ്റേണിറ്റി വേർ ദർ ഇസ് എ കോംപ്ലിക്കേഷൻ വേർ ബോത്ത് ദ മദർ ആൻഡ് ദ ബേബി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ ഫണ്ടിങ്ങിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, ഞാനൊരു ക്ലിനീഷ്യനാണ്. പക്ഷെ അതൊരു മാനദണ്ഡമല്ല ഒരു അമ്മയോ കുഞ്ഞിനെയോ രക്ഷപ്പെടുത്താൻ. താങ്ക് യു സോ മച്ച്.